ഹലോ, വിത്ത് യുവർ ഹാൻഡ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു 4 സ്റ്റിച്ചസും കൂടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞൊരു സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ 5 സ്റ്റിച്ച് നോക്കി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റണ്ണിങ്, ബാക്ക്, അതുപോലെ ചെയിൻ സ്റ്റിച്ച്, ലേസി ഡേസി, ഫ്രഞ്ച് നോട്ട്, ഇത്രയും ഈ 5 സ്റ്റിച്ചുകളാണ് നമ്മൾ നോക്കിയത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടാൽ നന്നായിരിക്കും. ഇനി അടുത്തതും ബേസിക് സ്റ്റിച്ചസ് തന്നെയാണ് അടുത്ത് ഈ വീഡിയോയിലും കാണിക്കുന്നത് 4 എണ്ണം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ചിനായിട്ട് ഞാനിവിടെ ഒരു 3 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. ഒരറ്റത്തായിട്ട് നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പിൽ താഴേക്ക് കുത്തിയെടുക്കുക. ത്രെഡ് മുഴുവൻ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ 2 കുത്തുകളുടെ ഇടയിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇനി അടുത്തത് നമ്മൾ താഴേക്ക് കുത്തുമ്പം ആദ്യം എടുത്ത സ്റ്റിച്ചിൻ്റെ പകുതി സൈസിലാണ് കുത്തേണ്ടത്. പകുതി വലിപ്പത്തിൽ ചെറിയതായിട്ട് കുത്തിയെടുക്കുക, താഴേക്ക് കുത്തുക. എന്നിട്ട് തൊട്ട് ബാക്കിലത്തെ സ്റ്റിച്ചിൻ്റെ ആ എൻഡിൽ ആ സെയിം പോയിൻറ്റിലൂടെ മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് വരുന്നത്. വീണ്ടും വളരെ ചെറിയൊരു ഗ്യാപ്പിൽ താഴേക്ക് ഇറക്കുക. തൊട്ട് ബാക്കിലെ സ്റ്റിച്ചിന് സെയിം പോയിൻറ്റിലൂടെ മുകളിലേക്ക് എടുക്കുക. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഒരുപാട് ഉപയോഗിക്കുന്നൊരു സ്റ്റിച്ചാണ് ഈ സ്റ്റെം സ്റ്റിച്ച്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ ത്രെഡ് പിടിക്കുന്നത് ഒരു വശത്തേക്ക് തന്നെ പിടിക്കാൻ ശ്രദ്ധിക്കണം. താഴേക്ക് മാത്രം പിടിക്കുക, മുകളിലേക്ക് ആക്കരുത്. താഴേക്ക് പിടിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ താഴേക്ക് മാത്രം അതിനെ പിടിച്ചുകൊണ്ട് വേണം അത് സ്റ്റിച്ച് കുത്താൻ. കാരണം നമ്മുടെ ഈ സ്റ്റെം സ്റ്റിച്ച് ഒരു മെടഞ്ഞിരിച്ചിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോകും. 2 ഡയറക്ഷനിലേക്കും ത്രെഡ് പോയാൽ ആ സ്റ്റിച്ചിൻ്റെ ഭംഗി പോകും. ഒരേ വശത്തേക്ക് നൂല് പിടിച്ചുകൊണ്ട് വേണം തയ്ക്കാൻ. ഇങ്ങനെ ഓരോരോ സ്റ്റിച്ചായിട്ട് നമുക്ക് കുത്തിത്താത്തി എടുക്കാം. ഓരോരോ സ്റ്റിച്ച് വീതം എടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കുത്തി നേരെ അതിലേക്ക് ഇങ്ങനെ നേരിട്ട് കുത്തിയും എടുക്കാം. ഇതുപോലെ എടുക്കാം. കുത്തുന്ന ഗ്യാപ്പ് ഒരുപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് ഗ്യാപ്പ് ഇടാണ്ട് ചെറുതായിട്ട് തയ്ക്കുന്നതാണ് ഭംഗി. പ്രത്യേകിച്ച് വളരെ വളവുള്ള ഭാഗങ്ങളൊക്കെ തയ്ക്കുമ്പോൾ, കേർവായിട്ടുള്ള സ്ഥലത്തൊക്കെ തയ്ക്കുമ്പോൾ കുഞ്ഞായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഔട്ട്ലൈനായിട്ടും സ്റ്റെമ്മ് തയ്ക്കാനും ഒക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം. എത്ര വളവുള്ള ഭാഗങ്ങളും ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ സ്റ്റെം സ്റ്റിച്ച് നല്ലതാണ്. ഏറ്റവും ഒടുവിലത്തെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എൻഡിൽ തന്നെ കുത്തി നീഡിൽ താഴേക്ക് എടുക്കാം. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. ഇത് നമ്മൾ ഇച്ചിരി കട്ടിയിൽ നൂലെടുക്കുന്നുണ്ട്. ഇതിൽ 6 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. ഒരറ്റത്തായിട്ട് കുത്തി മുകളിലേക്ക് എടുക്കുക ത്രെഡ്. എന്നിട്ട് സ്റ്റെം സ്റ്റിച്ചിന് ചെയ്ത പോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പിൽ അത് കുത്തി താഴേക്ക് എടുക്കുക. കുത്തി താഴേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു സ്റ്റിച്ച് വന്നു. ഇനി നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുന്നത് ആ വന്ന സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ
ആ നൂലിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. ഒരു സ്റ്റിച്ചായി. ഇനി അടുത്തത് വീണ്ടും ആ സെയിം ഗ്യാപ്പിൽ തന്നെ, സ്റ്റിച്ചിൻ്റെ സൈസ് ഒരുപോലെ ആയിരിക്കണം, വീണ്ടും കുത്തി താഴേക്ക് എടുക്കുക. മുകളിലേക്ക് എടുക്കുമ്പോൾ ആ വന്ന സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് എടുക്കുക. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ്, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണിത്. ഇത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു ഛായയാണിതിന്. ഇത്തിരി തിക്കായിട്ടുള്ള ഔട്ട്ലൈൻ ചെയ്യാനും ഫില്ല് ചെയ്യാനും നല്ലതാണ്. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ നമുക്കത് ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കാനും ഈ സ്റ്റിച്ച് നല്ലതാണ്. കുറച്ച് തിക്കായിട്ടുള്ള ത്രെഡ് എടുക്കുന്നതായിരിക്കും ഈ സ്റ്റിച്ചിന് ഭംഗി. നമ്മൾ രണ്ടഴയൊക്കെ ഇട്ടാൽ അത്രയും അതിൻ്റെ ഷേപ്പ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് ഔട്ട്ലൈൻ, ഇച്ചിരി തിക്കായിട്ടുള്ള ഔട്ട്ലൈൻ തയ്ക്കാൻ ഉപയോഗിക്കാം, ഫില്ലിങ്ങിനും എടുക്കാം. സ്റ്റെം സ്റ്റിച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കേർവ്ഡ് ആയിട്ടുള്ള ലൈനൊക്കെ തയ്ക്കാൻ, വളവൊക്കെ തയ്ക്കാനായിട്ട് ഇത് നല്ലതാണ്. നമ്മൾ നേരത്തെ പഠിച്ച ബാക്ക് സ്റ്റിച്ചും അതുപോലെ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ കേർവ്ഡ് ആയിട്ടുള്ളതിന് അത്രയും ഭംഗി വരില്ല. അതിന് പകരം ഇങ്ങനത്തെയുള്ള സ്റ്റിച്ചുകളാണ് കേർവ് ലൈൻസിനൊക്കെ നല്ലത്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ആ എഡ്ജിലായിട്ട് കുത്തി താഴേക്ക് എടുക്കുക നീഡിൽ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്പ്ലിറ്റ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരിത്തിരി വ്യത്യാസമുള്ളൊരു സ്റ്റിച്ചാണ്. അത് കൗച്ചിങ് എന്ന് പറയും അതിനെ. നമ്മളതിന് 2 ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. 2 ഷെയ്ഡ് ത്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. രണ്ടും 6 ഇഴ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അത് 2 നീഡിലായിട്ട് കോർത്തേക്കാണ്. എന്നിട്ട് ഏത് ഷെയ്ഡാണോ നമുക്ക് മുകളിൽ വരേണ്ടത് ആ ഷെയ്ഡ് ത്രെഡ് ഉള്ള നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. ആ ത്രെഡായിരിക്കും നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. മറ്റേ കളർ ത്രെഡ് വെച്ച് നമ്മളിതിനെ ഒരു കെട്ടിട്ട് ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പിൽ അടുത്ത നൂലിൻ്റെ നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന ത്രെഡിൻ്റെ മുകളിലൂടെ ഇതുപോലെ കുത്തി അതിനെ ഫിക്സ് ചെയ്യുക. ഇനി ആ സെയിം ഗ്യാപ്പ്, ആദ്യം എടുത്ത സെയിം ഗ്യാപ്പിൽ വീണ്ടും അടിയിലത്തെ നൂല് നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് മുകളിലത്തെ ത്രെഡിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി പിടിച്ചുകൊണ്ട് ഒരു വിരൽ വെച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് പതിയെ അതിൻ്റെ ഇങ്ങേ വശത്ത് കുത്തി താഴേക്ക് ഉറപ്പിക്കുക. ഇത്തിരി തിക്കായിട്ടുള്ള നൂലുകളിൽ ചെയ്യുമ്പോൾ അത് ഭംഗി വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്ലൈനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം. മുകളിൽ കൊടുക്കുന്ന ത്രെഡ് ഇച്ചിരി കട്ടിയിലെടുത്തിട്ട് നമുക്കിങ്ങനെ കൗച്ചിങ് ചെയ്ത് വളരെ ഭംഗിയായിരിക്കും. ഒരേ അകലത്തിൽ കുത്താൻ നോക്കണം. അത് അകലങ്ങൾ തമ്മിൽ വ്യത്യാസം വന്നാൽ ആ സ്റ്റിച്ചിന് ഭംഗി ഉണ്ടാവില്ല. അതുപോലെ ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് തയ്ക്കുന്നത്. കേർവൊക്കെ തയ്ക്കുമ്പം നമ്മൾ ആ വളവനുസരിച്ച് അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് മുകളിലത്തെ ത്രെഡിനെ നീക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് കുത്തി തയ്ച്ചെടുക്കാം.
സ്റ്റിച്ചിൻ്റെ ഒടുവിലെത്തുമ്പം നമുക്കിതിൻ്റെ ആ മുകളിലത്തെ ത്രെഡും കൂടെ നീഡിൽ താഴേക്ക് താത്തിയെടുക്കാം. എന്നിട്ട് 2 ത്രെഡും താഴേന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാം. വലിക്കുമ്പം ചുളിവൊന്നും വരാണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ആ സ്റ്റിച്ച് കംപ്ലീറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മുകളിലത്തെ ലൈനിലായിട്ടാണ് ആദ്യം കുത്തിയെടുക്കുന്നത്. നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് താഴത്തെ ലൈനിൽ കുറച്ച് നീക്കിയിട്ട് നമ്മുടെ സ്റ്റിച്ചിന് എത്ര സൈസ് വേണോ, എത്ര നീളം വേണോ അത് നോക്കിയിട്ട് ആ ഗ്യാപ്പിൽ കുത്തുക. താഴേക്ക് കുത്തി. എന്നിട്ട് ആ കുത്തിയതിന് നേരെ മുകളിലായിട്ട് മുകളിലത്തെ ലൈനിൽ താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. ത്രെഡ് മുകളിലേക്ക് വെച്ചേക്കുക. എന്നിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. നമുക്ക് ഇങ്ങനൊരു ഷേപ്പിലാണ് സ്റ്റിച്ച് കിട്ടുന്നത്. വീണ്ടും അടുത്തത് താഴത്തെ ലൈനിൽ നമ്മൾ നേരത്തെ എടുത്ത സെയിം വലിപ്പത്തിൽ അതേ ഗ്യാപ്പിൽ തന്നെ വീണ്ടും താഴേക്ക് കുത്തുക. എന്നിട്ട് അതിന് നേരെ മുകളിൽ ഇതുപോലെ കുത്തിയെടുക്കുക. അത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് കുത്തി വലിച്ച് മുകളിലേക്ക് എടുക്കുക. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുത്തിട്ടിട്ട് 2 ലൈനിലും ഒരുപോലെ കുത്തിട്ടിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അടുത്തത് താഴേന്ന് കുത്തി മുകളിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ത്രെഡ് നീഡിൻ്റെ അടിവശത്ത് കൂടെ പോകണം. വലിച്ച് ടൈറ്റ് ചെയ്യുക. കുത്തുമ്പോൾ നമ്മൾ ആ ഓരോ സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പ് ഒരുപോലെ ഇരിക്കണം. നമ്മൾ ഓരോ എവിടെയാണോ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ആ ഗ്യാപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ എടുക്കുന്ന ഗ്യാപ്പ് എപ്പോഴും ഒരുപോലെ ഇരിക്കണം. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമുക്ക് മെയിനായിട്ട് നമുക്ക് പെറ്റൽസൊക്കെ ഫില്ല് ചെയ്യാൻ, ചെറിയ പൂക്കളുടെയൊക്കെ പെറ്റൽസ് ഫില്ല് ചെയ്യാൻ എടുക്കാം. അതുപോലെ എഡ്ജ് ഏതെങ്കിലും ഹാൻഡ്കർച്ചീഫിൻ്റെയൊക്കെ എഡ്ജ് തയ്ക്കാൻ നല്ലതാണ്. ചെറുതായിട്ട് എടുത്താൽ മതി. ചെറിയ ചെറിയ സ്റ്റിച്ച് തയ്ച്ചാൽ എഡ്ജിൽ തയ്ക്കാം. അതുപോലെ ബേബി ഷീറ്റ്സ്, കുഞ്ഞു കുട്ടികളെയൊക്കെ കിടത്തുന്ന ബേബി ഷീറ്റ്സിൻ്റെയൊക്കെ അരികെ തയ്ച്ചെടുക്കാം. പിന്നെ അതുപോലെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ നമുക്ക് ബട്ടൺ ഹോൾ തയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് ചെയ്യുന്ന കട്ട് വർക്കൊക്കെ ചെയ്യാനൊക്കെ തയ്ക്കാൻ പറ്റും. അത് അടുപ്പിച്ചടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ ചെയ്തെടുക്കണം. ഇതിനൊക്കെ ഒരുപാട് വേരിയേഷൻ സ്റ്റിച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വരുന്ന വീഡിയോകളിലൊക്കെ കാണിച്ചു തരാം. ഇതുപോലെ തയ്ച്ചത് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ നമുക്ക് ആ മുകളിലായിട്ട് മുകളിലത്തെ ലൈനിൻ്റെ അവിടെ തന്നെ തൊട്ടടുത്ത് കുത്തി ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ചും അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 4 സ്റ്റിച്ചുകളാണ് നോക്കിയത്. സ്റ്റെം സ്റ്റിച്ച്, സ്പ്ലിറ്റ് സ്റ്റിച്ച്, കൗച്ചിങ്, ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇതുകൊണ്ടുള്ള ഈ സ്റ്റിച്ചുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു ഡിസൈനിൽ ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ പിന്നാലെ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ ഓരോ സ്റ്റിച്ചുകൾക്കും ഒരുപാട് വേരിയേഷൻ സ്റ്റിച്ചുകളുണ്ട്. അതെല്ലാം പിന്നാലെ ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഞാൻ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം. താങ്ക് യു.